ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം സർഗം 1 ശ്ലോകങ്ങൾ 93 മുതൽ. തഥാപ നഹിതം സൂര്യഃ കോമ പ്ലവവന്തം വാനരേശ്വരം സിഷേവേ ച തഥാ വായുഃ കോമ രാമകാര്യാർത്ഥസിദ്ധയേ. തഥാവ ചൂടേൽപ്പിച്ചു, ഇല്ല ഹി തീർച്ചയായിട്ടും, തം അദ്ദേഹത്തെ, സൂര്യൻ പ്ലവവന്തം ചാടിക്കൊണ്ടിരിക്കുന്ന വാനരേശ്വരം വാനരശ്രേഷ്ഠനായ ഹനുമാനെ സിഷേവെ സേവിച്ചു, അതായത് സഹായിച്ചു, കൂടാതെ തഥാ അപ്പോൾ വായുദേവൻ കാറ്റ് രാമകാര്യാർത്ഥ സിദ്ധേ ശ്രീരാമന്റെ കാര്യം വിജയിപ്പിക്കാൻ സമുദ്രം ലംഘിച്ചുകൊണ്ടിരുന്ന വാനരശ്രേഷ്ഠനായ ഹനുമാനെ സൂര്യൻ തൻ്റെ ചൂടുകൊണ്ട് ബുദ്ധിമുട്ടിച്ചില്ല. രാമകാര്യം വിജയിക്കാനായി വായുദേവൻ അദ്ദേഹത്തെ സഹായിച്ചു. അതായത് ധർമ്മത്തിനും ദൈവകാര്യത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നവരെ പ്രകൃതി ശക്തികൾ പോലും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അതായത് രാമകാര്യത്തിനായിട്ട് പ്രകൃതി തന്നെ ഹനുമാന്റെ സഹയാത്രികയായി. തഥാപനഹിതം സൂര്യഃ പ്ലവവന്തം വാനരേശ്വരം സിഷേവേ ച തഥാ വായുഃ രാമകാര്യാർത്ഥസിദ്ധയേ. അടുത്ത ശ്ലോകം. ഋഷയസ്തുഷ്ടുവുശൈനം കോമ പ്ലവമാനം വിഹായസ ജഗുശ്ച ദേവഗന്ധർവാഃ കോമ പ്രശംസന്തോ മഹൗജസം. ഋഷയഃ മഹർഷിമാര് തുഷ്ടുവു സ്തുതിച്ചു, ഏനം ഇദ്ദേഹത്തെ, പ്ലവമാനം ചാടിക്കൊണ്ടിരിക്കുന്ന, വിഹായസ ആകാശത്തിലൂടെ, ജഗുഹു പാടി, എന്തെന്ന്, ദേവഗന്ധർവാഹ ദേവന്മാരും ഗന്ധർവന്മാരും, പ്രശംസന്തഃ പ്രശംസിച്ചുകൊണ്ട്, മഹൗജസം മഹാശക്തിയുള്ളവനെ, അതായത് ആകാശത്തിലൂടെ പായുന്ന ഹനുമാനെ മഹർഷിമാര് സ്തുതിക്കുകയും ദേവന്മാരും ഗന്ധർവന്മാരും അദ്ദേഹത്തിന്റെ ആ മഹാപരാക്രമത്തെ പുകഴ്ത്തി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. സത്യത്തിനും ധർമ്മത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നവരെ സജ്ജനര് എപ്പോഴും ആദരിക്കുന്നു. ഹനുമാന്റെ ഭക്തിയും ശക്തിയും ദേവലോകത്തിന്റെ പ്രശംസ നേടി. ഋഷയസ്തുഷ്ടുവുശൈനം പ്ലവമാനം വിഹായസ ജഗുശ്ച ദേവഗന്ധർവാഃ പ്രശംസന്തോ മഹൗജസം. അടുത്ത ശ്ലോകം. നാഗാശ്ച തുഷ്ടുവുർയക്ഷാഃ കോമ രക്ഷാംസി വിബുധാഃ ഖഗാഃ പ്രേക്ഷ്യ സർവേ കപിവരം സഹസാ വിഗതക്ലമം. നാഗാഃ നാഗങ്ങള്, തുഷ്ടുവു സന്തോഷിച്ചു സ്തുതിച്ചു, യക്ഷാഃ യക്ഷന്മാര്, രക്ഷാംസി രാക്ഷസര്, വിബുധാഃ ദേവന്മാര്, ഖഗാഃ പക്ഷികള്, പ്രേക്ഷ്യ കണ്ടിട്ട്, സർവേ എല്ലാവരും, കപിവരം ആ വാനരശ്രേഷ്ഠനെ, സഹസ ഉടനെ, വിഗതക്ലമം ക്ഷീണമില്ലാത്തവനെ, അതായത് ക്ഷീണമൊന്നുമില്ലാതെ അതിവേഗത്തില് മുന്നേറുന്ന വാനരശ്രേഷ്ഠനായ ഹനുമാനെ കണ്ടിട്ട് നാഗന്മാരും യക്ഷന്മാരും ദേവന്മാരും പക്ഷികളും ഒക്കെ സന്തോഷിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഹനുമാന്റെ ആ ദൃഢനിശ്ചയവും ആത്മബലവും സകല ജീവജാലങ്ങളെയും വിസ്മയിപ്പിച്ചു. ഹനുമാന്റെ മഹത്വം എല്ലാവരുടെയും ആദരവ് നേടി. നാഗാശ്ച തുഷ്ടുവുർയക്ഷാഃ രക്ഷാംസി വിബുധാഃ ഖഗാഃ പ്രേക്ഷ്യ സർവേ കപിവരം സഹസാ വിഗതക്ലമം. അടുത്ത ശ്ലോകം. തസ്മിൻ പ്ലവകശാർദൂലേ കോമ പ്ലവമാനേ ഹനൂമതി ഇക്ഷ്വാകുകുലമാനാർത്ഥി കോമ ചിന്തയാമാസ സാഗരഃ. അതായത്
തസ്മിനപ്പോൾ പ്ലവകശാർദൂലെ വാനരശ്രേഷ്ഠനായ പ്ലവമാനെ ചാടിക്കൊണ്ടിരുന്നപ്പോൾ ഹനുമാനിൽ ഇക്ഷ്വാകു വംശം, അതായത് ശ്രീരാമന്റെ വംശം, മാനം, ബഹുമാനം, മഹത്വം അർത്ഥി ആഗ്രഹിക്കുന്നവൻ ചിന്തയാമാസ ചിന്തിച്ചു. ആര്? സാഗരഹ സമുദ്രം. വാനരശ്രേഷ്ഠനായ ഹനുമാൻ സമുദ്രം ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്ഷ്വാകു വംശത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച സമുദ്രദേവൻ അദ്ദേഹത്തെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിച്ചു. ശ്രീരാമന്റെ ദൗത്യത്തിന് സഹായം ചെയ്യേണ്ടത് തൻ്റെ കടമയാണെന്ന് സമുദ്രം തിരിച്ചറിഞ്ഞു. എന്നിട്ട് ഹനുമാന്റെ നിസ്വാർത്ഥ സേവനം സമുദ്രത്തെയും സഹായിക്കാൻ പ്രേരിപ്പിച്ചു. ഹനുമാൻ ശ്രീരാമന്റെ ദൗത്യത്തിനായിട്ട് സമുദ്രം ലംഘിക്കുമ്പോൾ സൂര്യൻ അദ്ദേഹത്തെ ചൂടേൽപ്പിച്ചില്ല. വായുദേവൻ അനുകൂലമായിട്ട് കാറ്റുവീശി. മഹർഷിമാരും ദേവന്മാരും ഗന്ധർവന്മാരും നാഗന്മാരും യക്ഷന്മാരും പക്ഷികളും എന്ന് വേണ്ട സകലരും അദ്ദേഹത്തെ സ്തുതിച്ചു. അവസാനം ശ്രീരാമനോടുള്ള ആദരവ് മൂലം സമുദ്രം തന്നെ ഹനുമാനെ സഹായിക്കണമെന്ന് തീരുമാനിച്ചു. ഇതാണ് പിന്നീട് മൈനാക പർവ്വതം ഉയർന്നു വരുന്നതിനുള്ള പശ്ചാത്തലം. ദൈവകാര്യത്തിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവന് ലോകം മുഴുവൻ സഹയാത്രികരാകുന്നു. പ്രകൃതിയും ദേവതകളും സജ്ജനരും അവനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഹനുമാൻ അതിൻ്റെ ഉത്തമ മാതൃകയാണ്. ശ്രീ ഹനുമതേ നമഃ. തസ്മിൻ പ്ലവകശാർദൂലേ പ്ലവമാനേ ഹനുമതി ഇക്ഷ്വാകുകുലമാനാർത്ഥി ചിന്തയാമാസ സാഗരഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.